ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സുഷാന്ത് വൈഎസ്. ഞാൻ SH മെഡിക്കൽ സെന്ററിലെ ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ യുവാക്കന്മാർ ഇപ്പോൾ ഒരുപാട് പേർ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്. അപ്പോൾ പോകുമ്പോൾ അവർ പോകുന്ന ഒരു ഡ്യൂറേഷൻ ചിലപ്പോൾ കുറച്ച് നാളെ അവർ പോകാറുള്ളൂ, അല്ലെങ്കിൽ പക്ഷെ ചിലപ്പോൾ 6 to 9 months ഒക്കെ സ്ട്രെച്ച് അവർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ബോത്ത് മെൻ ആൻഡ് വുമൻ, എസ്പെഷ്യലി വുമൻ, അപ്പോൾ അവരൊരു ഐഡിയലി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അത് പോസിബിൾ അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗൈനക്കോളജിസ്റ്റ് ഒന്ന് കാണിക്കുക, ഒരു പെൽവിക് സ്കാൻ എടുക്കുക. ഈ പറയുന്നതിന്റെ റീസൺ ഇതാണ്. ഇപ്പോൾ ഈ പ്രായത്തിൽ ഒരു യങ്സ്റ്റേഴ്സിന് പലപ്പോഴും ഈ യൂട്രസിലോ അണ്ഡാശയത്തിലോ മുഴകൾ ഉണ്ടായേക്കാം. യൂട്രസിലെ മുഴകൾ ജനറലി അത്ര ഒരു സീരിയസ് ഇഷ്യൂ അല്ല. നമുക്കത് ഈവൻ ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്കത് പ്ലാൻ ചെയ്ത് ഒരു സർജറി ആവശ്യമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അണ്ഡാശയത്തിലെ മുഴകൾ ഇപ്പോൾ നമ്മൾ അറിയാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ഒവേറിയൻ സിസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ ആ വിദേശത്തുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഈ അണ്ഡാശയ മുഴകൾ കൊണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ടോർഷൻ. ഈ അണ്ഡാശയ മുഴ അകത്ത് ചിലപ്പോൾ ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ പോകും, ആ ഓവറി ഡാമേജ്ഡ് ആകും. അപ്പൊ അങ്ങനെ ടോർഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചാൽ പ്രത്യേകിച്ച് വ്യത്യാസം വരികയില്ല, ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും. അപ്പോൾ ഈ ചിലപ്പോൾ ഒരു താൽക്കാലികമായ വിസ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ വെളിയിൽ പോകുന്ന ഒരാൾക്ക് അവിടുത്തെ ഒരു സർജറി ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. കറക്റ്റ് സമയത്ത് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഇറിവേഴ്സിബിൾ ലോസ് ഓഫ് ഓവറി ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്ത് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചൊന്ന് സ്കാൻ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്തതിനു ശേഷം നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുക. താങ്ക് യു.